കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കാണാം ഗോൾഡ് നല്ലൊരു പ്രൈസ് അപ്രിസിയേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗോൾഡ് ഇങ്ങനെ നല്ല ഒരു അപ്രിസിയേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൈസ് കയറി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ഇത് പലപ്പോഴും ആൾക്കാർ ഒരു സംശയമാണ്. പലരും ഇവിടെ നമ്മളെ കണക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഗോൾഡ് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് തന്നെ ഗോൾഡിനൊരു ആക്സെപ്റ്റൻസ് ഉണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും തന്നെ അവരുടെ കറൻസി എന്ന് പറയുന്നത് ഗോൾഡ് റിസർവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ അത് ഇറക്കുന്നത്. അതുകൂടാതെ ഗോൾഡിന് ഇൻ്റർനാഷണലി ഒരു ആക്സെപ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു ആഫ്രിക്കൻ കൺട്രിയിലേക്ക് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു US അല്ലെങ്കിൽ യൂറോപ്പ്, ഓസ്ട്രേലിയ, എവിടേക്ക് നിങ്ങൾ വേണമെങ്കിലും പോയിക്കോ, ഗോൾഡിന് നിങ്ങൾക്കൊരു വാല്യൂ എല്ലാ രാജ്യത്തും ഉണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും ഗോൾഡ് ലിക്വിഡേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഇപ്പോൾ ഗോൾഡിന് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനുള്ള ഒരു മെത്തേഡ്സോ അല്ലെങ്കിൽ ഒരു മെറ്റൽസിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇതിൻ്റെ തന്നെ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നടക്കുന്നു പല രാജ്യങ്ങളിലും. ഇപ്പോൾ നമുക്ക് കാണാം അവരുടെ നയതന്ത്ര ബന്ധങ്ങളെല്ലാം തന്നെ പ്രശ്നത്തിലാണുള്ളത്. ഒരു യുദ്ധസമാനമായ രീതിയിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും ഏതെങ്കിലും ഒരു കറൻസിയിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് ആയിട്ട് തോന്നും. കാരണം ഈ റിലേഷൻഷിപ്പ് മോശമായി കഴിഞ്ഞാൽ ആ രാജ്യമായിട്ടുള്ള കറൻസികൾ കാര്യങ്ങളിൽ ഒരു വേരിയേഷൻസ് വരാം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്സ് ആയിക്കഴിഞ്ഞാലും അവർക്ക് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഈ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാലും റിസ്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സിലും നോക്കുമ്പോൾ പല കാര്യങ്ങൾക്കും റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള റിസ്ക്കുകൾ കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ളത് ഗോൾഡിനാണ്. അപ്പോൾ ആ ഒരു ആംഗിൾ ഉള്ളത് കൊണ്ടാണ് ഗോൾഡ് ഇപ്പോൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്.